നമ്മുടെ Charus ലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണിലാണ്. കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് ഇതിന് മുന്നേ നമ്മൾ സാധനം വാങ്ങിച്ച വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വലിയ സാധനങ്ങളൊന്നുമല്ല, കുഞ്ഞു ചെറിയ ചെറിയ സാധനങ്ങൾ. അതായത് അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അത്യാവശ്യമൊന്നുമില്ല, എന്നാൽ നമുക്ക് കുറച്ച് വാങ്ങിക്കാൻ പറ്റിയ, ഇഷ്ടത്തോടെ വാങ്ങിച്ചു വെക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സാധനങ്ങൾ അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ മീഷോയിൽ നിന്നാണ്. നമ്മൾ ഇതിന് മുന്നേയും സാധനങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ മീഷോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡും അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച പ്രോഡക്ട്സും നമ്മൾ അതിന്റെ കോഡും കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് അല്ല, അതിന്റെ പ്രോഡക്ട്സിന്റെ കോഡാണ്, അത് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിച്ചൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കിച്ചൺ പ്രോഡക്ട്സ് കുർത്ത ടോപ്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം. അപ്പൊ കിച്ചൺ പ്രോഡക്ട്സ് ആണെങ്കിൽ നല്ല നല്ല കിച്ചൺ പ്രോഡക്ട്സ് ഉണ്ട്. അതിന് ചെറിയ തുകയിൽ ചെറിയ പ്രൈസിൽ നല്ല കിച്ചൺ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് എന്താ വാങ്ങിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വലിയ സാധനങ്ങളല്ല, എന്നാൽ കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതിന് മുന്നേ മറന്നുപോയൊരു കാര്യം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് മുന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാൻ പോയ വീഡിയോ ആയിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഒരു പുതിയ ലുക്ക്. അപ്പം അത് കാണാത്തുണ്ടെങ്കിൽ ഇന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം, അതായത് മൾട്ടി പർപ്പസ് റൊട്ടേറ്റിംഗ് വാഷിംഗ് ബൗൾ. 2 ബൗളാണ് ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. അത് ഇങ്ങനെ ക്ലിപ്പ് പോലെയാണ് കേട്ടോ, ക്ലിപ്പ് പോലെയാണ്. ക്ലിപ്പ് തന്നെ ഇങ്ങനെ ഇടാം നമുക്ക്. എന്നിട്ട് രണ്ടും ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ പച്ചക്കറി, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചിട്ട് കഴുകി തോരാൻ വെക്കില്ലേ, നമ്മൾ കഴുകി വെക്കാൻ പറ്റുന്ന ഒരു സാധനം. തോരാനും വെക്കാം, എന്നാൽ കഴുകി വെള്ളം അടിയിൽ കൂടെ ആ ഒരു ബൗളിലൂടെ പോവുകയും ചെയ്യും. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ പർപ്പസ്. അപ്പോൾ ഇത് എനിക്കൊന്ന് അരി കഴുകാൻ പറ്റില്ല. അരി കഴുകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, കാരണം ഇച്ചിരി വലിയ ഹോളാണ് അതിൻ്റെ ആ ഒരു ബൗളിൻ്റെ. അപ്പോൾ അരിയല്ല, അതിനേക്കാൾ കുറച്ച് വലിയ സാധനങ്ങൾ കഴുകാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കടല, പയർ, അതുപോലത്തെ കുറച്ച് വലുതുണ്ടല്ലോ, അങ്ങനെയൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തോരാനൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് പൈപ്പ് തുറന്നിട്ട് കഴുകുക. അപ്പോൾ അടിയിൽ വെള്ളമുണ്ട്, അതിങ്ങനെ നമ്മളൊന്ന് ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താഴത്ത് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ അത് നല്ലൊരു ഉപകാരമാവുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു മൾട്ടി പർപ്പസ് റൊട്ടേറ്റിംഗ് ബൗൾ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് ഉപകാരമാവുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മൾ സ്റ്റീൽ ടങ്ക് അല്ലെങ്കിൽ കുക്കിംഗ് ടങ്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സാധനം, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതെനിക്കൊന്നും ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇത് കൂടുതലും നമ്മൾ മീൻ വറുത്തത് തിരിച്ചും മറിച്ചും എടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ, അതുപോലെ ഇറച്ചി സാധനങ്ങൾ, അതുപോലെ വറുക്കൽ, അതുപോലെ തന്നെ ചപ്പാത്തി, റൊട്ടി, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വെക്കുമല്ലോ, ചൂടാക്കാനായിട്ട് വെക്കുമല്ലോ. അപ്പോൾ പാനിൽ നിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റീൽ ടങ്ക്, അതായത് കുക്കിംഗ് ടങ്ക് എന്ന് പറയും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉപകാരമാവുന്നൊരു കൈയൊന്നും പൊള്ളില്ല. സ്പൂൺ വെച്ചിട്ട് മറിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സാധനം വെച്ചിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഈ കടുകൊക്കെ വറുക്കില്ലേ, ആ ഒരു സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത്, കുഞ്ഞത്. അപ്പോൾ അത്യാവശ്യമായിട്ട് കടുക് വറുക്കണമെങ്കിൽ ഞാൻ വലിയ ചട്ടിയിലിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ സമയം പോകും, അത് കഴുകാനും കുറേ സമയം പോകും, കുറച്ച് ഗ്യാസ് കൂടുതൽ പോകും. അപ്പം കുറച്ച് കടുവിന് വലിയ പാത്രം എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ചെറിയ പാത്രത്തിൽ കുറച്ച് സാധനം ഇട്ട് കടുക് വറുത്തെടുക്കാം. പിന്നെ അതിനൊപ്പം ഇതൊരു കോംബോ ആണ്, അപ്പോൾ അതിനോട് ഒരു പൊട്ടറ്റോ മാഷറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കോംബോ ആണ് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പക്ഷേ ആ കടുക് വറുക്കുന്ന സാധനം ഞാൻ സ്റ്റീലാണെന്ന് വിചാരിച്ചു, പക്ഷേ കൈ വന്നപ്പോൾ അത് അലൂമിനിയം ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും നോക്കി നമ്മൾ റിവ്യൂ ഒക്കെ ശരിക്കും നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ മാഷർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ മാഷ് ചെയ്യാൻ പൊട്ടറ്റോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. കടുക് വറുക്കുന്ന സാധനം എനിക്ക്
എനിക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ. നോൺ സ്റ്റിക്കിനെ അലൂമിനിയം ആയെന്ന് ഒരു കാര്യമുള്ളൂ, നോൺ സ്റ്റിക്കും ഉണ്ട് കേട്ടോ, അത് നോക്കാം. അപ്പോൾ അതാണത്. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നത് അല്ലേ, നല്ല സ്റ്റീലായിട്ടുള്ളൊരു സാധനം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ക്ലാസിക് സ്പൂൺ എന്ന് പറയും, അത് അങ്ങനെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മളെല്ലാവരും ഒന്നെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ കുക്ക് ചെയ്തിട്ട് സ്പൂണ് തവികളൊക്കെ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ അങ്ങനെ വെക്കും. പക്ഷേ എനിക്കതിഷ്ടമല്ല ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. സ്പൂണും ഇങ്ങനെ എടുക്കുന്ന കറി കോരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു പാത്രം വെക്കും എന്നിട്ടാണ്. പക്ഷേ എനിക്ക് അതിന് പകരം ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ വലുതുമുണ്ട്, വലിയ വലിപ്പമുള്ള ഈ ഒരു വലിയ സ്പൂൺ കിട്ടും. അതിന് ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു മീഡിയം സൈസ്. ഇതൊരു 3 സ്പൂണ് അല്ലെങ്കിൽ ഒരു വലിയൊരു തവിയൊക്കെ ഇരിക്കും, അതായത് വലിയ സ്പൂണൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, കാരണം എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം. ഇത് പാത്രത്തിൽ സ്പൂൺ വെക്കേണ്ട, അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും സ്പൂൺ വെക്കേണ്ട, ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അടിപൊളി സാധനമാണത്. അതൊന്ന് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാണ് അടുത്ത സാധനം. നമ്മുടെ ഗാർലിക് പ്രസ് എന്ന് പറയും. ഗാർലിക് പ്രസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത് കണ്ടത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി, പക്ഷേ കയ്യിൽ വന്നപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. സ്റ്റീലാണെങ്കിലും നല്ല സ്ട്രോങ്ങുമാണ്, എല്ലാം നല്ല സ്ട്രോങ് തന്നെയാണ്. പക്ഷേ ഇതിലധികം അതായത് ഉള്ളിൽ കുറച്ച് ഗാർലിക്കേ ഇടാൻ പറ്റുള്ളൂ, കുറച്ച് ഗാർലിക്ക് ഇടാം. ഇതെൻ്റെ എടുത്തപ്പോഴാണ് എനിക്ക് ശരിക്കും അറിയണത്. അതിനകത്ത് നോക്കിയപ്പോൾ അത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ എനിക്കൊന്ന് ചെറുതും വലുതും ഉണ്ട്, അതൊക്കെ നോക്കി സൈസ് നോക്കി വാങ്ങിക്കാം. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഗാർലിക്ക് നമ്മുടെ വെളുത്തുള്ളി പൊളിച്ചതിന് ശേഷം അതിനകത്ത് 2-3 എണ്ണം ഇടുക, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രസ് ചെയ്തപ്പോൾ ആദ്യത്തെ പ്രസ്സിൽ അതായിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ട് കണ്ടോ. ആ മുകളിലൊരു നമ്മുടെ ഇടിയപ്പമൊക്കെ ഇങ്ങനെ ഇടിയപ്പം നൂലപ്പൊക്കെ ഉണ്ടാകില്ല, അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴത്ത് കൂടെ ഇതേ കണ്ടോ ഒരു പേസ്റ്റ് രൂപത്തിൽ വരും. സംഭവം കുഴപ്പമില്ല, നല്ല രസമുള്ള സാധനം തന്നെയാണ്. എളുപ്പ പരിപാടിയൊക്കെ തന്നെ. ഉള്ളിലോട്ടൊരു 2-3 ഗാർലിക്ക് ഇടുക. പെട്ടെന്ന് ഒരു 3 ഗാർലിക്ക് ഇട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രഷ് ചെയ്ത് കിട്ടും. അതിന് ഒറ്റ പ്രസ്സിൽ നല്ല പേസ്റ്റ് ചെയ്ത് കിട്ടും. കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം 2-3 തവണയൊക്കെ ചെയ്യേണ്ടി വരും. അതിൽ ഭേദം അതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് വെച്ചിട്ട് അത് ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഇതിനകത്ത് തോന്നിയുള്ളൂ, കാരണം കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രസ്സിലാവണമെന്നില്ല, 2-3 പ്രസ്സിലാവുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി വാങ്ങിക്കുക. കുറച്ചുകൂടെ വലുത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ എനിക്കിത് ഉപകാരം തന്നെയാണ്, ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഇതൊക്കെ കുഞ്ഞു ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കുക, നമ്മുടെ മീഷോ ആപ്പിൽ ഒന്ന് കയറി നോക്കുക, നമ്മുടെ കൂപ്പൺ കോഡ് കൊടുക്കുക. അത് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഓഫർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യമല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.